സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ള നല്ല നാടൻ എരിശ്ശേരിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. മത്തങ്ങയും കായയും വെച്ചിട്ടാണ് നമ്മൾ എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഒരു 400 ഗ്രാമോളം മത്തങ്ങ, അതിൻ്റെ കുരുവും തൊണ്ടും എല്ലാം കളഞ്ഞ് ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 300 ഗ്രാമിനടുത്ത് വരും. ഒരു കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത്തക്കായാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ഒരു 2.5 സ്പൂണോളം മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഒരു 3/4 സ്പൂണിനടുത്ത് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മളെല്ലാം ചേർത്തിട്ട് അവസാനം ഉപ്പ് ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഒരു പകുതി തേങ്ങ, നല്ല വലിപ്പമുള്ളൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ ജീരകവും ഒരു 3-4 ഇതൾ കറിവേപ്പില കൂടെ ചേർത്ത് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ പല കറികൾക്കും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കും. എരിശ്ശേരിക്ക് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ആ ജീരകമൊക്കെ വല്ലാതെ അങ്ങ് അരഞ്ഞു പോകരുത്. തരിതരിപ്പായിട്ട് വേണം നമ്മൾ ഇതിന് അരപ്പ് തയ്യാറാക്കുമ്പോൾ അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മത്തങ്ങയും കായൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളപ്പയർ വേവിച്ചതാണ് കേട്ടോ. 1.5 കപ്പാണുള്ളത്. വെന്ത പയർ 1.5 കപ്പ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മത്തങ്ങയുടെ കഷ്ണമൊക്കെ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുക്കാം. മത്തങ്ങയ്ക്ക് നമുക്കറിയാം ചെറിയൊരു മധുരമുണ്ട്. ആ മധുരം മതി എന്നുള്ളവർക്ക് ഈ ശർക്കരയുടെ ആ ഒരു പാട്ടങ്ങ് ഒഴിവാക്കാം. ശർക്കര പ്രത്യേകിച്ച് ചേർക്കേണ്ടതില്ല. എരിശ്ശേരിക്ക് കുറച്ച് മധുരം മുമ്പോട്ട് നിൽക്കുന്നത് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ശർക്കര ചേർക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒരു വറവ് കൂടെ തയ്യാറാക്കണം. ഒരു 6 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച ശേഷം പകുതി തേങ്ങ, നമ്മൾ ആദ്യം ഒരു തേങ്ങയുടെ പകുതി എടുത്തത്, ബാക്കി പകുതി തേങ്ങ, അതിൻ്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഒരു 3-4 ഉണക്കമുളകും കൂടെ ചേർത്ത് വറുത്തെടുക്കണം. എൻ്റെ കളറൊക്കെ മാറിയതാ ഈ ഒരു കളറിലേക്ക് ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഈ വറവ് നമ്മൾ വെന്തിരിക്കുന്ന നമ്മുടെ മത്തങ്ങയിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. എരിശ്ശേരിക്ക് മത്തങ്ങ എടുക്കുമ്പോൾ എല്ലാവരും നല്ല പഴുത്ത മത്തങ്ങ, നല്ല മഞ്ഞ കളറുള്ള മത്തങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാവരും എരിശ്ശേരി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്